കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സൗരസ്വന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചിലർക്കുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചെറിയൊരു പ്രബോധനം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ സ്നാനപ്പെടണമോ, അല്ലെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനം ആവശ്യമാണോ എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അവരങ്ങനെ സംശയം പറയുവാനായിട്ടുള്ള കാരണത്തിൽ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ അവൻ പർദീസയിൽ പോയതുകൊണ്ട് ആ കള്ളൻ സ്നാനപ്പെട്ടതല്ലല്ലോ. അപ്പോൾ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് പർദീസയിൽ പോകാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ എന്തിനാണ് സ്നാനപ്പെടുന്നതെന്ന് ആണ് ചിലരുടെ ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സ്നാനപ്പെടാതെ ഒരാൾ സ്വർഗത്തിൽ പോകുമോ, അല്ലെങ്കിൽ സ്നാനപ്പെടാതെ ഒരാൾ രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദവസ്തം നമ്മൾ നിഷ്പക്ഷമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസ സ്നാനം സ്വീകരിക്കാതെ ഒരാൾ രക്ഷിക്കപ്പെടുകയില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെടുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ കർത്താവ് ആവശ്യമില്ലാത്ത ഒരു കാര്യം കൽപ്പിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യം ചെയ്യുവാനായിട്ട് യേശുക്രിസ്തു കൽപ്പന തരില്ല എന്നുള്ളത് കൊണ്ട്, സ്നാനപ്പെടുത്തണം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന ആയതുകൊണ്ട് ആ കൽപ്പന നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. യേശുക്രിസ്തുവിൻ്റെ കൽപ്പന വെറുതെ നൽകിയതല്ല, അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടണം, രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണ് എന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ചിലർക്കുള്ളൊരു സംശയമാണ്, ചിലർ മാമോദീസ മുങ്ങിയതല്ലേ, പിന്നെ എന്തിനാണ് സ്നാനം, രണ്ട് സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ, ഒരു സ്നാനം പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടിയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൽ തന്നെയുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യം സുവിശേഷം വിശ്വസിക്കുക, പിന്നീട് വിശ്വസിച്ച വ്യക്തി സ്നാനപ്പെടുക. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ മാമോദീസ എന്ന് പറയുന്നത് വിശ്വസിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാനമല്ലാത്തത് കൊണ്ട്, അത് കർത്താവ് പറഞ്ഞ സ്നാനത്തോട് ബന്ധമില്ലാത്തത് കൊണ്ട് കർത്താവ് പറഞ്ഞ സ്നാനം നമുക്ക് ആവശ്യമാണ്. മാമോദീസയെക്കുറിച്ച് വേദപുസ്തകം ഒരു സൂചന പോലും പറയുന്നില്ല എന്നുള്ളത് കൊണ്ടും, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ടും, വിശ്വാസ സ്നാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ യേശുക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ, അതിന് ചിലർ പറയുന്നത് വലത്തുഭാഗത്തെ കള്ളൻ രക്ഷിക്കപ്പെട്ടു, അവൻ സ്വർഗത്തിൽ പോയി എന്നാണ്. ഇവിടെ വലത്തുഭാഗത്തെ കള്ളൻ എന്ന് വേദപുസ്തകത്തിലില്ല. ഞാനത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആ സംഭവം വിവരിച്ചിരിക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവനെ ദുഷിച്ചു. എന്നാൽ മറ്റൊരുത്തൻ പറഞ്ഞ 42-ാം വാക്യത്തിൽ മറ്റേ കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വലത്തുഭാഗത്തെ കള്ളൻ എന്നോ ഇടതുഭാഗത്തെ കള്ളൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടായി വന്ന ഒരു കാര്യമാണ്. അത് ഏത് ഭാഗത്തെങ്കിലും ആട്ടെ. ഒരു കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ക്രിസ്തു ആണെങ്കിൽ നിന്നെയും ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ മറ്റൊരു കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുകയാണ്, അവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പോൾ ഈ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, സ്നാനപ്പെടാതെ തന്നെ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലോ എന്നുള്ളതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ പലരുടെയും സംശയം. അപ്പോൾ ആ സംശയത്തിന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒന്നാമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നാനം എന്നുള്ളത് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്നാനത്തെക്കുറിച്ച് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലൊക്കെ പൗലോസ്ലിഹ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്നാനപ്പെടുത്തണമെന്ന് യേശുക്രിസ്തുവാണ് പറഞ്ഞത്. സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യേശുക്രിസ്തു കൂടെ പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്. സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്. അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റിരിക്കുന്ന നാം മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിയാകുവാൻ വേണ്ടി യേശുക്രിസ്തുവിനോട് പങ്കുകാരനായി ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ യേശുക്രിസ്തുവായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവുമായിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ, അങ്ങനെ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്നാനമേറ്റ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും അനുരൂപപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് ഞാനും മരിച്ചു, യേശുക്രിസ്തുവിനെ അടക്കിയതുകൊണ്ട് എന്നെയും അടക്കി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുകയും ആ വിശ്വാസം ഞാൻ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ വിശ്വാസ സ്നാനം എന്ന് പറയുന്നതും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നാണ് നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. 6-4 വായിക്കുന്നത്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമുക്ക് പങ്കുണ്ട്, ഷെയറുണ്ട്. ആ ഷെയറിനെ കാണിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ ആയിട്ട് നമുക്ക് വ്യക്തിപരമായൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ആ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തോട് കൂട്ടായ്മയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. അങ്ങനെ മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ കൂട്ടായ്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്നാനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് കൂട്ടായ്മയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർത്തൃമേശ മുറിക്കുമ്പോൾ അപ്പവും വീഞ്ഞും മുറിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഈ തിരുവത്താഴം അഥവാ കർത്തൃമേശ എടുക്കേണ്ട കാര്യമില്ല. കാരണം കർത്തൃമേശ എന്ന് പറയുന്നത്, തിരുവത്താഴം എന്ന് പറയുന്ന ആ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവം എന്ന നിലയിൽ നാം കൂട്ടായ്മ കാണിക്കുന്നതാണ് അപ്പം നുറുക്കൽ. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ പങ്കാളികളാകുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ 2 വിധത്തിലാണ് നമുക്ക് യേശുക്രിസ്തുവിനോട് പങ്കാളിത്തമുള്ളത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നമുക്ക് അനുരൂപപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അനുരൂപമായിട്ട്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആ യേശുക്രിസ്തുവായിട്ട് പങ്കാളിത്തം വഹിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ സ്നാനപ്പെട്ടൊരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്നു എന്നും, യേശുക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും, ആ ശരീരത്തിലെ ഒരു അവയവമാണ് ഞാൻ എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം നുറുക്കുന്നതും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും യേശുക്രിസ്തുവിനോട് പങ്കുകൊള്ളുന്ന ശുശ്രൂഷയാണ്. സ്നാനവും യേശുക്രിസ്തുവിനോട് പങ്കുചേരുന്ന ശുശ്രൂഷയാണ്, കർത്തൃമേശയും യേശുക്രിസ്തുവിനോട് പങ്കുചേരുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഈ 2 ശുശ്രൂഷയും യേശുക്രിസ്തുവിനോട് പങ്കുചേരുന്നതായതുകൊണ്ട് അത് നാം അനുഷ്ഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, അവൻ പർദീസയിൽ പോയല്ലോ എന്നുള്ളതാണ്. ഈ കള്ളന് സ്നാനപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പൗലോസ് പറഞ്ഞല്ലോ.
യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും താതാത്മ്യം പ്രാപിക്കുന്നത് അഥവാ ഐക്യപ്പെടുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കള്ളൻ സ്നാനപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു മരിച്ചതുപോലെ അവനും യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് എടുത്ത് അടക്കിയതുപോലെ തന്നെ ഈ കള്ളനെയും ക്രൂശിൽ നിന്ന് എടുത്ത കല്ലറയിൽ അടക്കി. അതുപോലെ തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പറുദീസയിലേക്ക് പോയപ്പോൾ ഈ കള്ളനും യേശുക്രിസ്തുവിനോടുകൂടെ പറുദീസയിലേക്ക് പോയി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പങ്കാളിത്തം വഹിക്കുവാനാണ് സ്നാനം. എന്നാൽ ഈ കള്ളൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ സ്നാനത്തിലൂടെ അല്ലാതെ നേരിട്ട് തന്നെ ശരീരം കൊണ്ട് തന്നെ യേശുക്രിസ്തുവിനോട് പങ്കുചേർന്നു എന്നുള്ളതാണ്. അവൻ സാക്ഷാൽ യേശുക്രിസ്തു ശരീരത്തോടെ ജീവനോടെ ഇരിക്കുന്ന ആ യേശുക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട്, ആ യേശുക്രിസ്തുവിനോട് പങ്കു ചേർന്നുകൊണ്ട്, യേശുക്രിസ്തു മരിച്ചതുപോലെ അവനും മരിച്ചു, യേശുക്രിസ്തു അടക്കിയതുപോലെ അവനെയും അടക്കി, യേശുക്രിസ്തു പറുദീസയിലേക്ക് പോയപ്പോൾ അവനെയും കൊണ്ടുപോയി. അപ്പോൾ അന്ന് യേശുക്രിസ്തു ജീവനോടെ ഉണ്ടായിരുന്നു, ഈ കള്ളനും ജീവനോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കള്ളൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കുകാരനായി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് അവൻ ചേരുവാൻ കൂട്ടാളിയായി. ആ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ആ പങ്ക് ഇവനും വഹിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അവനും അനുഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ യേശുക്രിസ്തു ശരീരത്തോടു കൂടി നമ്മുടെ ഇടയിലില്ല. യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് നമ്മളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും അത് നാം അനുരൂപപ്പെടേണ്ടതുണ്ട്. കാരണം യേശുക്രിസ്തു മരിച്ച സമയത്ത് നമ്മളില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഞാൻ ഏകീഭവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ ോട് ചേരുവാനുള്ള അല്ലെങ്കിൽ പങ്കാളിത്തം വഹിക്കാനുള്ള ആ സ്നാനം ഞാൻ ഏൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് യേശുക്രിസ്തു മരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കള്ളനും മരിച്ചതുകൊണ്ട് അവന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ അന്ന് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ടില്ല. അത് കാരണം അന്ന് നമ്മളുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് യേശുക്രിസ്തു ശരീര സന്നിധിയോടെ ഭൂമിയിലില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഇന്ന് നമ്മൾ ഏകീഭവിച്ച് കാണിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. കള്ളൻ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. കള്ളൻ ഒറിജിനലായിട്ട് യേശുക്രിസ്തുവിനെ പോലെ മരിച്ചു, യേശുക്രിസ്തുവിനെ പോലെ അടക്കി, യേശുക്രിസ്തുവിനോടൊപ്പം പറുദീസയിലേക്ക് പോയി. അതുകൊണ്ട് അവന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമ്മളിന്ന് യേശുവിനെ പോലെ മരിച്ചില്ല, യേശുക്രിസ്തുവിനെ പോലെ അടക്കിയില്ല, യേശുക്രിസ്തുവിനെ പോലെ പറുദീസയിലേക്കും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ആ പങ്കുചേരൽ, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. കള്ളൻ സ്നാനപ്പെടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ സ്നാനപ്പെടേണ്ടതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കള്ളന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ സഞ്ചരിച്ച 3.5 വർഷക്കാലം, അതായത് പരശുശ്രൂഷയുമായി സഞ്ചരിച്ച 3.5 വർഷക്കാലം യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ഈരണ്ട് പേരായി ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ പോയ സമയത്ത് യേശുക്രിസ്തു അവരോട് പറഞ്ഞത് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു ആ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ജാതികളുടെ ഇടയ്ക്കൽ പോകാതെ നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ അയച്ചത്. അപ്പോൾ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ദൈവരാജ്യ പ്രസിദ്ധമാക്കാൻ വേണ്ടി അയക്കുമ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അയച്ച കൂട്ടത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 11 ശിഷ്യന്മാരോട് ഗലീലയ്ക്ക് ചെല്ലാൻ പറയുകയും അവർ ഗലീലയിൽ ചെന്ന് യേശുക്രിസ്തുവുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു,
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. അപ്പോൾ ഈ സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന യേശുക്രിസ്തു നൽകിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാവോ? യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി അയക്കുമ്പോൾ സ്നാനപ്പെടുത്തണമെന്ന കൽപ്പന നൽകിയിട്ടില്ല. അതായത് യേശുക്രിസ്തു മരിക്കുന്നത് വരെ, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ യേശുക്രിസ്തു സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കള്ളൻ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്നാനപ്പെടണം എന്നൊരു കൽപ്പന കള്ളന് ബാധകമല്ലാത്തത് കൊണ്ടും യേശുക്രിസ്തുവിനോട് തുല്യമായിട്ട് അവൻ മരിക്കുന്നത് കൊണ്ടും അവനക്ക് സ്നാനം ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് സ്നാനം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നൽകിയ കൽപ്പനയാണ് സ്നാനപ്പെടണം എന്നുള്ള കൽപ്പന. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശങ്ങളിൽ ഒന്നും സ്നാനപ്പെടുത്തണമെന്ന് കൽപ്പനയില്ലായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കൽപ്പനയാണ് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഇന്ന് ജീവനോടിരിക്കുന്ന നാം ആ കൽപ്പന പ്രകാരം സുവിശേഷം വിശ്വസിക്കുകയും നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം ഏൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ മരിച്ച കള്ളൻ സ്നാനപ്പെട്ടില്ല എങ്കിലും അവൻ പറുദീസയിൽ പോയല്ലോ, പിന്നെ എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്ന് സംശയമുള്ളവർക്കിടെ ആ സംശയം ഞാൻ ഇന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് യേശുക്രിസ്തു ആ കൽപ്പന നൽകിയത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷം സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവർ മാത്രം സ്നാനമേറ്റാൽ മതി. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് മുമ്പ്, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പ് ആരും ഈ ദൈവരാജ്യം പ്രസംഗിച്ച് കേൾക്കുന്നവരാരും സ്നാനപ്പെടുത്തണമെന്ന് യേശുക്രിസ്തു പറയാത്തതുകൊണ്ട് അവർ സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മൾ യേശുക്രിസ്തു നമ്മുടെ മധ്യേ ശാരീരിക സന്നിധി മുഖാന്തരം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും അനുരൂപപ്പെടണമെങ്കിൽ, അങ്ങനെ അനുരൂപപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ പാപത്തിൽ മരിക്കുകയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുകയും ചെയ്യത്തുള്ളൂ. കാരണം പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനപ്പെടണം. അപ്പോൾ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി പുതിയ സൃഷ്ടിയായി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുകയും അവൻ പാപം സംബന്ധിച്ച് മരിച്ചവനായി ദൈവം അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനയാണ് സ്നാനപ്പെടുക എന്നുള്ളത്. ആ കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷം ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ ആ പ്രസംഗകരെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പ്രസംഗിക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കള്ളൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോയതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അതിൻ്റെ പേരിൽ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം നൽകിയ കൽപ്പന അനുസരിക്കാതിരിക്കാൻ അതൊരു കാരണമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുണ്ടായിരുന്ന കൽപ്പന പോലെയല്ല യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പുനരുത്ഥാന ശേഷം യേശുക്രിസ്തു നൽകിയ കൽപ്പന എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ട് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികൾ പറയുന്ന സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തിനും പങ്കുവഹിച്ചുകൊണ്ട് അവൻ സ്നാനപ്പെടുമ്പോൾ അവൻ പാപസംബന്ധമായി മരിക്കുകയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുകയും അങ്ങനെ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ്, അടയാളമാണ് സ്നാനം എന്നുള്ളത് കൊണ്ട് ഇന്ന് വിശ്വസിക്കുന്ന യേശുവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്നവരേവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിക്കണം, അല്ലെങ്കിൽ സ്നാനം ഏൽക്കണം എന്നുള്ളതാണ് ഈ ദൈവവചനം നമുക്ക് നൽകുന്ന പ്രബോധനം. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.